പറയുന്നുണ്ട്. You should be here in the center stage. സെൻറ്റർ സ്റ്റേജിൽ നിൽക്കാതെ ഏറ്റവും ഹംബിളായിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു നരിവേട്ടയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വിൽ ബി എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഫോർ യു അല്ലേ. സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി, ആ സിനിമ റിയാലിറ്റിയായി മാറി, ആ സിനിമ ഒരുപാട് വിജയം നേടി, ക്രിട്ടിക്കലി അപ്രീസ് ചെയ്യുന്ന എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെ ഇതിൻ്റെ ഒരു സിനിമ മേക്ക് ചെയ്തതിന് പിറകിലുള്ള കറേജാണ്. ഈ ഒരു കാലത്ത് സമൂഹത്തിന് മുന്നിലേക്ക് ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും അവരോട് എത്രത്തോളം ക്രൂവലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തന്നൊരു സിനിമയാണ്. സോ നൗ വി ആർ ടോക്കിംഗ് ടു ദാറ്റ് റൈറ്റർ ഹു മെയ്ഡ് ഓൾ ദിസ് പോസിബിൾ. ആദ്യം എനിക്ക് അറിയേണ്ടത് എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്? ടെൻഷനാണോ, എക്സൈറ്റ്മെന്റ് ആണോ? വളരെ സന്തോഷമുണ്ട്. ടെൻഷനൊന്നുമില്ല. സ്റ്റേജ് അങ്ങനെ സ്റ്റേജിൽ കയറിയതല്ലേ താല്പര്യമില്ലാത്ത കാര്യമാണ് ഉള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതാണ് സ്റ്റേജിൽ നടക്ക് നിൽക്കാൻ പറഞ്ഞപ്പോൾ നടക്ക് നിൽക്കുന്നില്ല, അതാ ഏറ്റവും ബാക്കിലേക്ക് കയറി നിൽക്കുകയാണ്. അതാ ഇവിടെ നിൽക്കാം നമുക്ക്. ദി സ്പോട്ട്ലൈറ്റ് ഷുഡ് ബി ഓൺ യു. ഓക്കെ. ഇല്ല, സിനിമ നന്നായിട്ട് വന്നു, ആളുകൾ കണ്ടു, പടം ഹിറ്റായി, നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എല്ലാ സെക്ഷനും അപ്രിസിയേഷൻ കിട്ടി. അത് റൈറ്റിംഗ് മാത്രമല്ല, ഡയറക്ഷൻ, മ്യൂസിക്, ആക്ടിങ് എല്ലാ കാറ്റഗറിയും നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സന്തോഷമുണ്ട്. ഈ ഒരു മൊമെന്റലായിട്ട് കാത്തിരുന്നിരുന്നോ നരിവേട്ട സക്സസ് ആയി? ഓക്കെ, അപ്പോൾ ഒരു സക്സസ് പാർട്ടിയിൽ അല്ലെങ്കിൽ സ്റ്റേജിലെത്തി എല്ലാവരോടും സംസാരിക്കും, പടം ഇറങ്ങാൻ ഓടുക, ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞ സന്തോഷം, അത്ര. അതല്ലാതെ ഈ ഒരു മൊമെന്റലായിട്ടൊന്നും നമ്മളിങ്ങനെ കാത്തിരുന്നിട്ടില്ല അല്ലേ? ഓക്കെ. അഗെയിൻ അധികം വാക്കുകളിൽ സംസാരിക്കാതെ വലിയ കഥ എഴുതും, ഒരുപാട് കാര്യങ്ങൾ എഴുതുമെങ്കിലും മൈക്കിൽ ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാൻ നമുക്ക് ചെറിയ മടിയാണ്. ചെറിയ മടിയല്ലേ, വലിയ മടിയാണ്. അതാ ഇപ്പോഴും അത്രയും വലിയ ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴും അതെല്ലാം തീർന്നു. ഒരു 2 സെന്റൻസ് കംപ്ലീറ്റ് നമ്മളോടൊന്ന് സംസാരിക്കുമോ? എങ്ങനെ ഉണ്ടായിരുന്നു നരിവേട്ടയിലേക്ക് കഥ എഴുതി സിനിമ റിലീസായപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? 2 സെന്റൻസ്, തികച്ച് 2 സെന്റൻസ് വേണേ. കഥയിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഒരു പോലീസ് ഓഫീസറുടെ ലൈഫ്, അയാൾ നേരിടുന്ന ക്രൈസിസ്, അയാളുടെ ഒരു യാത്ര എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ഒരു സെന്റൻസായി. 2 ഞാനത് എനിക്ക് അതിനകത്തൊരു രസം തോന്നി. അനുരാജിനെ വിളിച്ച് ഫോണിൽ പറയുന്നു. അങ്ങനെ ഞങ്ങൾ ടോബിയുടെ അടുത്ത് കഥ പറയുന്നു, ടോബി ഓക്കെ പറയുന്നു. അവിടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഷൂട്ട് സത്യത്തിൽ കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. ആദ്യം കുട്ടനാട്ടിലായിരുന്നു, അത് വേറെ ടെറൈനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വയനാട്ടിൽ പോകുന്നു. ഒക്ടോബർ, നവംബർ ആ സമയത്താണ് വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. ഹ്യൂജ് ക്രൗഡുണ്ട്. അപ്പം ഒരു വലിയ പ്രോസസ്സായിരുന്നു ഷൂട്ടിങ്. പിന്നെ മ്യൂസിക്, ബാക്കി കാര്യങ്ങളെല്ലാം പടം ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിൽ പോയി. 10 സെന്റൻസ് ആയെന്ന് തോന്നുന്നു. 10 ആയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ലെങ്തി സെന്റൻസസ് പറഞ്ഞല്ലേ. ഞാനപ്പോൾ ഇനി ഞാനായിട്ട് ചോദ്യം ചോദിക്കുന്നില്ല, പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി ഇതാ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? വന്നിട്ടുണ്ട്, അവരൊക്കെ വരുമ്പോൾ ചോദിക്കാന്നുള്ളതല്ല. അല്ല, ഓക്കെ. അപ്പോൾ ആളെ ഇനി അധികം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ? Can we have a big round of applause, ladies and gentlemen? ഓക്കെ. അപ്പോൾ ഇനി ഉത്തരവൊന്നും പറയണ്ട, മൈക്കിൽ സംസാരിക്കണ്ട, ശ്വാസം വിട്ടോളൂ. പക്ഷെ സ്റ്റേജിൽ നിന്ന് പോകാനായിട്ടില്ല. ഇനി യഥാർത്ഥത്തിൽ സെൻറ്റർ സ്റ്റേജിൽ നിൽക്കാനുള്ള ടൈമാണ്. നമ്മുടെ മെമൻറ്റോ ഡിസ്ട്രിബ്യൂഷൻ സെറിമണി നമ്മൾ റെസ്യൂം ചെയ്യുകയാണ്. വി ഹാവ് even more huge number of people to be called on stage and to present them the mementos. So before we call, എനിക്ക് തോന്നുന്നേ ബിൻചേട്ടൻ ഇങ്ങനെ കാണുന്ന പോലല്ല, ശരിക്കും ഭയങ്കര ചില്ലാണെന്ന് തോന്നുന്നല്ലേ? സെറ്റിലൊക്കെ ആയിരുന്നോ? ചേരൻ സർ ആയിരുന്നോ? ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് സ്റ്റേജ് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. അവർ അസിസ്റ്റന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീമിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഫസ്റ്റ് ലെറ്റ് മീ കോൾ. Now we are moving to our next category. നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനെയാണ് ഇനി വേദിയിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ചിത്ര ഭാഗമായി നരിവേട്ട സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രമല്ല ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സിനിമയുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി ആശംസകൾ അറിയിച്ച് ഒരുപാട് പ്രിയപ്പെട്ട നമ്മളെ എപ്പോഴും ചേർത്ത് പഠിക്കുന്ന ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു കോൾ വൺ ഓഫ് ദം ടു ജോയിൻ us on stage to present the mementos. Ladies and gentlemen, നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. We have director Mr. Jinu Abraham who have joined us. നല്ലൊരു കൈഡി
വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. കടുവ സിനിമയുടെ റൈറ്ററാണ് ജിനു അബ്രഹാം. Jinu sir, could you please come out to the stage? So now we have Mr. Jinu Abraham on the stage. സോ ജിനു അബ്രഹാം ദാ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഓഫ് കോഴ്സ് നമ്മൾ നരിവേട്ടയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നരിവേട്ടയുടെ സക്സസ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഓഫ് കോഴ്സ് സാറ് ഹാപ്പി ആയിരിക്കും. പക്ഷെ അതുകൂടാതെ ഇന്നത്തെ ദിവസം കുറച്ചധികം സ്പെഷ്യലാണ് സാറിനല്ലേ. അപ്കമിങ് പ്രോജക്റ്റിൻ്റെ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ ഇന്ന് ചെയ്തു. നമ്മളത് മാർഷൽ ചെയ്തു. മൈക്കൊക്കെ ചോദിച്ച് മേടിച്ചത് ആ സംസാരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണോ അത് സാറ് തന്നെ അനൗൺസ് ചെയ്യുമോ? അല്ല, ഞാൻ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിൻ്റെ പുറത്ത് വന്നതാണ് ഇന്നിവിടെ. കുറച്ച് തിരക്കുണ്ടായിട്ട്. കാരണം ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ അൻരാജ് വിളിക്കുകയും അപ്പോൾ ഈ സിനിമ സംഭവിക്കുന്നതിനായിട്ട് കുറേ സ്ട്രഗിൾ അവനെടുത്ത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അതിന് പോവുകയും വിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇമോഷണലി ഭയങ്കര ആ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ട്, എന്തായാലും സമയം കണ്ടെത്തി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ഇങ്ങനെ സ്റ്റേജിലേക്കൊക്കെ വിളിക്കുമെന്ന്. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നരിവേട്ടയുടെ സക്സസ് സെലിബ്രേഷനും ഇതിൻ്റെ ഒരു ലോഞ്ച് ഫംഗ്ഷന് പങ്കെടുത്തതിൻ്റെ 10 ഇരട്ടി സന്തോഷത്തോടാണ് ഞാൻ നിൽക്കുന്നത്. സിനിമ വലിയ വിജയം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് നരിവേട്ട. അപ്പം അൻരാജിനും എൻ്റെ ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും. എന്താ പറയുക, അൻരാജിൻ്റെ അടുത്ത പടം ഇതിനേക്കാൾ വലിയ ഹിറ്റാവട്ടെ. സ്റ്റേജ് ഫിയർ ഭയങ്കരമായിട്ടുള്ള ആളാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ മൈക്ക് ഇങ്ങതാ എന്ന് പറഞ്ഞ് മൈക്ക് മേടിച്ച് എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞതല്ലേ. സ്റ്റേജ് ഫിയറിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഏറ്റവും ബാക്കിലാണ് പോയിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് കസേരയൊക്കെ മാറ്റി തപ്പിത്തടഞ്ഞാണ് സ്റ്റേജിലേക്ക് വന്നത്. ഓൾസോ സർ സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഇറ്റ്സ് എ വെരി വെരി ഹാപ്പി ഡേ ഫോർ യു പേഴ്സണലി. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമ ഖലീഫയുടെ ഒരു വീഡിയോ നമുക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിയിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? തീർച്ചയായിട്ടും ഖലീഫയുടെ ഒരു ഗ്ലിംസ് ഇന്ന് പുറത്തു വിട്ടു. അത് അത്യാവശ്യം ആളുകൾ കണ്ടു, നല്ല രീതിയിൽ റീച്ച് ആയെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ പുറകിൽ ജെയ്ക്സിൻ്റെ വലിയ മാജിക്കൽ എന്താ പറയുക ബ്രില്യൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് അത് അത്യാവശ്യം റീച്ച് ആയെന്ന് കരുതുന്നു. സ്റ്റേജ് ഫിയർ മാറിയോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിടണം. എത്രയും പെട്ടെന്ന് വിടാൻ നമുക്ക് ഉദ്ദേശമില്ല. നമുക്ക് കുറച്ചധികം മെമൻറ്റോസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി മൈക്കിൽ സംസാരിക്കേണ്ട, പക്ഷേ ഷാൽ വി മൂവ് ഓൺ ടു മെമൻറ്റോ ഡിസ്ട്രിബ്യൂഷൻ സെറിമണി? യെസ്, ഓക്കെ. സോ നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടു റെസ്യൂം വിത്ത് അ ലിസ്റ്റ്, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനെയാണ്. Mr. Arun Manohar. Do we have Mr. Arun Manohar, our costume team? Yeah, he's there. Mr. Arun Manohar. Our costume associate, Mr. Renoy. Mr. Renoy. Let me invite our one and only Vedana to the stage. Everyone, please give me a big hand of applause. And can you just increase that volume? കുറച്ചധികം വോളിയം ആയിക്കോട്ടെ. ഈ ഒരു ട്യൂണൊക്കെ തന്ന ഓളം ചെറുതല്ല. So ladies and gentlemen, the voice of many, the one man who is here with his struggle. Nathan onto the stage and yes, hello. ആക്ച്വലി ആദ്യമായിട്ടാണ് അത്രയും അടുത്ത് നിന്ന് കാണുന്നത്. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഈ ഒരു മൊമെന്റ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഗൂസ് ബംസ് കിട്ടിയ ഒരു നിമിഷമാണ്. ആ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സ്വന്തം വേടൻ അതേ ഒരു ക്ലാസ് ആൻഡ് മാസ് ലുക്കിലെ സ്റ്റൈലിൽ ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ശബ്ദമായി മാറിയ ആളാണ്. ആ ഒരു ശബ്ദം നമുക്കെല്ലാവർക്കും ഒരു ലഹരിയാണ്. ലൈക്ക് ഒരു ചെറിയ ആളാണെങ്കിലും ഈ ഒരു വോയിസിന് പിന്നിൽ ഫാൻ ആയിട്ടുള്ളത് ചെറിയ കുട്ടികളല്ല,
എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഫാനായി ആ ഒരു സൗണ്ടിനെ ക്രേസി ആയിട്ട് കണ്ട് ലഹരിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും താഴെ നോക്കി ഏറ്റവും ഹമ്പിളായി ഏറ്റവും വിനയാന്വിതനായിട്ട് നിൽക്കുകയാണ്. ആൻഡ് വേടന മൈക്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗൂസ് ബംസ് മൊമെന്റ് നമുക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ലുക്ക് അറൗണ്ട് ഓൾ ദ ക്യാമറാസ് ഹിയർ, എവ്രിബഡി ഈസ് റെക്കോർഡിംഗ് ദിസ് ആൻഡ് ദിസ് ഈസ് ഏർൺഡ് ബൈ ദിസ് വൺ മാൻ. ഒരൊറ്റയാൾ പോരാട്ടം നടത്തി ഇന്നിവിടെ എത്തി നിൽക്കുന്ന the one and only വേടൻ. And can we have that song for one more time? Let's have a big round of applause for വേടൻ. Voice of voiceless, Mr. Vedan is here on the stage. Everyone, please give him a big round of applause. Music please. Music. താങ്ക് യു. ഭയങ്കര ഇൻട്രോ ആയി പോയത്. പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഇത്ര intro പ്രതീക്ഷിച്ചില്ല. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. hype പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്ന പ്രതീക്ഷിച്ചില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും വർത്തമാനം കേട്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇന്ന് സ്റ്റേജിലിട്ട് എനിക്കൊരു പണി തരും എന്ന് വിചാരിച്ചു. താങ്ക് യു. എന്താണ് ഇപ്പോ ദാ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എവ്രിബഡി ഈസ് റെക്കോർഡിംഗ്. എന്താണ് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇത്രയും സക്സസ്ഫുൾ ആയതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ജയ്ക്ക് ചേട്ടൻ എനിക്ക് വിശ്വസിച്ച് ഒരു പണി തന്നു, മോനെ ഈ പണി ചേട്ടാന്ന് പറഞ്ഞിട്ട്. അനുരാജ് ചേട്ടനൊക്കെ എന്നെ വീട്ടിൽ വന്ന് കാണുകയാണ് ചെയ്തത്. ഇത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി അനുരാജ് ചേട്ടൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് പറ്റിയ പോലെ നമുക്ക് പടത്തിൻ്റെ ഒരു ബേസിക് എനിക്ക് അറിയാവുന്ന എനിക്ക് പറ്റിയ പോലെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പാട്ട് ഹിറ്റായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു. പാട്ട് തീർച്ചയായിട്ടും ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് ആ മൂവിക്ക് കൊടുത്ത പവർ ചെറുതൊന്നുമല്ല. ഒരു വരി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി please, അല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഒരു വരി പ്ലീസ്. ഇത്രയും നേരം നമ്മൾ റെക്കോർഡ് ചെയ്ത് അത് കേട്ട് ഗൂസ് ബംസ് ആണ്. അപ്പോ ഓരോ ചെടിക്കും ഓരോ ഉയിര്, അതിൽ നീരോടും വേരിനും ഒരു ഉയിര്. മനിതനുയിരും ഒരു പോലല്ലേ, അത് പുരിയാൻ ഇനിയും നാൾ നീളല്ലേ. മരക്കിളയെ വനക്കിളിയേ മനിതനരമരത്തിൻ മനമില്ലയേ. മരക്കിളയെ വനക്കിളിയേ മനിതനരമരത്തിൻ മനമില്ലയേ. മറന്നുപോയി കുറേ ഇല്ലേ. That's okay. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലൈവായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു ശബ്ദത്തിന് വേണ്ടി തിരക്ക് കൂടുന്നത്. ഏത് പ്രോഗ്രാം ആണെങ്കിലും എത്രത്തോളം ബഹളത്തിന്റെ ഇടയിൽ നിന്നാണെങ്കിലും വേടന്റെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നതിന്റെ റീസൺ ഇത്ര ലൈവായിട്ട് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അവാർഡ് ഒരു 2 മിനിറ്റ് അതവിടെ വെച്ചോ. ഞങ്ങൾ ഇനി മൈക്ക് കൊടുക്കുമെന്നൊരു പേടിയുണ്ട് വേടന്. സോ ഇല്ല. സോ യെസ്, അപ്പോൾ നമുക്ക് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അവർ കൺസൾട്ടന്റ് മിസ്റ്റർ നിസീദ് ചന്ദ്ര ഹസൻ. Mr. Niseed, do we have Mr. Niseed on the stage?